ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇറാനിൽ നിന്ന് ഒരു മിസൈൽ വിടുമ്പോൾ അത് ഇസ്രായേലിലേക്ക് എത്തിപ്പെടാൻ എത്രയൊക്കെ കഷ്ടപ്പാടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യുന്നു. അതിൽ ഒന്നാമതായി പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സൈനിക കപ്പലുകൾ. ഓക്കെ, ഒന്നാമത്തെ അതാണ്. രണ്ടാം അസർബൈജാനിലെ ഇസ്രായേലി റഡാറുകൾ. മൂന്നാമത്തത് തുർക്ക്മെനിസ്ഥാനിലെ ഇസ്രായേലി റഡാറുകൾ. നാലാമത്തത് ഇറാഖിലെ അമേരിക്കൻ താവളങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. അഞ്ചാമത് സിറിയയിലെ അമേരിക്കൻ താവളത്തിന്റെ വ്യോമ പ്രതിരോധം. 6 സൗദി അറേബ്യയിലെ അമേരിക്കൻ റഡാറുകൾ. 7 ഖത്തറിലെ റഡാറുകൾ. 8 ഇറാഖിലെ റഡാറുകൾ. 9 കുവൈത്തിലെ റഡാറുകൾ. 10 UAE റഡാറുകൾ. 11 ബഹ്റൈനിലെ റഡാറുകൾ. 12 ഒമാനിലെ റഡാറുകൾ. 13 തുർക്കിയിലെ നാറ്റോ റഡാർ സംവിധാനങ്ങൾ. 14 ജോർദാനിയൻ വ്യോമ പ്രതിരോധം. 15 ജോർദാന് മുകളിലെ ആകാശത്തെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ. 16 ഇസ്രായേലിന് മുകളിലെ ആകാശത്തെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ. 17 ജോർദാന് മുകളിലെ ആകാശത്തെ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ. 18 ഇസ്രായേലിലെ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ. 19 ജോർദാന് മുകളിലെ ആകാശത്തെ ഫ്രഞ്ച് യുദ്ധവിമാനങ്ങൾ. 20 ഇസ്രായേലിന് മുകളിലെ ആകാശത്തെ ഫ്രഞ്ച് യുദ്ധവിമാനങ്ങൾ. 21 ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളുടെ വ്യോമ പ്രതിരോധം. 22 മെഡിറ്ററേനിയൻ കടലിലെ അമേരിക്കൻ കപ്പലുകൾ. 23 അമേരിക്ക ബ്രിട്ടീഷ് വ്യോമതാവളങ്ങളുടെ മേഖല ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിന് ശേഷം. 24 അൾട്രാ മോഡേൺ അമേരിക്കൻ DPY-2 റഡാർ. 25 അൾട്രാ മോഡേൺ അമേരിക്കൻ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം. 26 ഇസ്രായേലി ആരോ 1ഉം 2ഉം മിസൈൽ പ്രതിരോധ സംവിധാനം. 27 ഡേവിഡിന്റെ സ്ലിംഗ്. 28 അയൺ ഡോം. ഇതൊക്കെ മറികടന്ന് 700-ലധികം കിലോമീറ്ററുകളോളം പറന്ന് ഇസ്രായേലിൽ അത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇറാന്റെ കപ്പലുള്ള മിസൈൽ ശേഷി അനിർവചനീയമാണ്. സത്യമല്ലത്. പ്രത്യേകിച്ചും തങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പഴയ മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ഇതുവരെ അയച്ചതെന്ന പ്രസ്താവന കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പോൾ നിലവില് ഇത്രയും പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ബോംബ്, മിസൈല് അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഒക്കെ അയക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടീസ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ടും ഇറാൻ ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്, യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ. കാരണം അവരുടെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ആയത്തുള്ള ഖമേനിയാണ് അവർ കൊന്നത്. അപ്പൊ ആയത്തുള്ള ഖമേനിയെ കൊന്നത് എങ്ങനെയാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.